വീട്ടിൽ നിന്ന് നിപ്പി പോയ വേഷമാണ് കേട്ടോ അത്. സിൻ്റെക്ക് തീരെ വയ്യ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പാലൊക്കെ മേടിച്ചിട്ടോ പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. രാവിലെ രമ്യ വന്നിട്ട് എനിക്ക് കേക്കൊക്കെ തന്നു പോയതാണ്. ചേട്ടായി സന്തോഷ് ചേട്ടനെ വിളിച്ച് കേക്കൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ രമ്യയാണ് രാവിലെ കേക്ക് കൊണ്ടുപോയി തന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സിൻ്റെ വയ്യ, തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിയില്ല, അത്രയും വയ്യാത്ത രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഗ്രൂപ്പിലെല്ലാവരും മെസ്സേജൊക്കെ വിട്ടു. ഇടുന്നവർ ഗ്രൂപ്പിൽ അമിതയും ബിൻസിയും രമ്യയും സിൻ്റെയും 4 പേരും രാവിലെ മെസ്സേജൊക്കെ വിട്ട് എനിക്ക് ഒരു വിധത്തിൽ സംശയം തോന്നാത്ത രീതിയിൽ തലേദിവസം തുടങ്ങി ഇവരെ 5 പേരുടെ പ്ലാൻ ചെയ്യുന്നതാണ്. നിന്നെക്കുറിച്ച് മാത്രം ഇത്രയും ഞാൻ പറയുന്നുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ നിന്നെ ഞാൻ എത്രമാത്രം ഓർക്കുന്നുണ്ടോ എന്ന് നീ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? നിന്റെ ചിന്തകൾ. ഹായ് പൊന്നു, നിന്നെക്കുറിച്ച് മാത്രം ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ നിന്നെ ഞാൻ എത്രമാത്രം ഓർക്കുന്നുണ്ടാവും എന്ന് നീ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? നിന്റെ ചിന്തകളില്ലാത്ത ഒരു നിമിഷം പോലും എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചങ്ക. സത്യം പറഞ്ഞാൽ എനിക്ക് റിലേ കിട്ടിയില്ല കേട്ടോ. വോയിസ് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നുള്ള, എനിക്ക് വേറെ എന്തോ ഒരു ലോകത്തായി പോയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ചേട്ടായി ഇങ്ങനെ വോയിസ് വരുമെന്നോ ഇവർക്ക് ഇങ്ങനെ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. എനിക്ക് അപ്പം തന്നെ മരിച്ചു പോകുമോ എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് അതുപോലെ സന്തോഷവും സങ്കടവും എനിക്കറിയില്ല, ഭയങ്കര പേടിയും കൂടെ ആയിപ്പോയി. എനിക്ക് അത്രയേറെ സന്തോഷമായിരുന്നു എനിക്ക് കേട്ടോ ആ സമയത്ത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഏട്ടായി പറഞ്ഞിട്ടൊരു ചുരിദാറൊക്കെ അവർ പോയി മേടിച്ച് രാവിലെ തുടങ്ങി ബിൻസിയും സിൻ്റെയും അമിതയും അതുപോലെ തന്നെ രമ്യയുടെ വേണ്ടി തന്നെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് 5 മണി, വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇത്രയും നല്ലൊരു കിട്ടിയതിന്, അതുപോലെ തന്നെ ഇത്രയും നല്ല 4 ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമാണ് കേട്ടോ. ഇത്രയും സന്തോഷമാണ് എനിക്ക്. ചേട്ടായി, അമിത, ബിൻസി, രമ്യ, സിന്ധ, താങ്ക് യു സോ മച്ച്. ഒരിക്കലും മറത്തില്ല ഈ ഒരു സർപ്രൈസിൻ്റെ